സിസ്റ്റത്തിൽ ലൈറ്റിംഗ് ഫിക്സർ അതിലെടുത്തു. അതിൽ നമ്മുടെ പ്രോപ്പർട്ടീസിൽ നമ്മൾ 230 വോൾട്ടാണ് 230 വോൾട്ട് ട്യൂബ് ലൈറ്റാണ് പ്ലേസ് ചെയ്യേണ്ടത്. 230 വോൾട്ട് ട്യൂബ് ലൈറ്റ്. നമ്മളുടെ വീട്ടിലൊക്കെ ഏത് 230 ആണ്. പക്ഷെ ഇവിടെ ഇതിൽ ഈ രണ്ടെണ്ണം നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. ഇവിടെ തൊട്ടുണ്ടായിരുന്നുള്ള 120 തൊട്ടുണ്ടായിരുന്നുള്ള 120. ഇതിൽ 230 ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കണം. എഡിറ്റ് ടൈപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ 230 വേണം. അപ്പോൾ 230 ഇല്ല. അപ്പോൾ നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യണം. അപ്പോൾ എഡിറ്റ് ടൈപ്പിൽ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടോ? ഇവിടെ 230 വോൾട്ട് ട്യൂബ് ലൈറ്റിന് കൊടുക്കണം. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ് കേട്ടോ. അവിടെ ഉണ്ടായിരുന്നില്ല. അത് നമ്മളിവിടെ കൊടുത്തിട്ട് പുതിയതെടുക്കണം. നെയിം 230 വോൾട്ട് ട്യൂബ് ലൈറ്റ്. ഓക്കെ കൊടുക്കാം. എന്നിട്ട് ഇവിടെ ബോൺലെസ് വോൾട്ടേജ് ഇല്ലേ, അത് 230 വോൾട്ട് കൊടുക്കാം. ബോൺലെസ് വോൾട്ടേജ് 230 വോൾട്ട്. പിന്നെ അപ്പാരന്റ് ലോഡ് 64. ഇത് മാറാൻ പാടില്ല. ലോഡ് 64. മാറാൻ പാടില്ല. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുന്ന് എടുക്കുമ്പോൾ സിസ്റ്റത്തിൽ ലൈറ്റിംഗ് ഫിക്സർ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 230 വോൾട്ട് ഇവിടെ ഉണ്ടാവും. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. ഇതിനെടുത്തിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. അതുപോലെ ഉണ്ടാവും. പ്ലേസ് ചെയ്ത് വെക്കോ. ഏത് സ്പേസിൽ വെക്കണം അതിനനുസരിച്ചിട്ട് പ്ലേസ് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് സെലക്ട് ചെയ്യുമ്പോൾ ഇതാ കണ്ട 230 വോൾട്ട് ഉണ്ടാവും. എന്നിട്ട് പ്ലേസ് ചെയ്ത് വെക്കുക. വെക്കുമ്പോൾ ഇവനൻസ് ഷെഡ്യൂളിൽ ആവറേജ് എസ്റ്റിമേഷൻ ഈ ആവറേജ് എസ്റ്റിമേഷനില്ലേ അതിൽ നമ്മൾക്ക് മാറ്റം വരുത്തണം. ഇപ്പോൾ ഹോളിൽ 120 ലെക്സ് ഈ ഒരു ഇതില്ലേ ഇതിൽ സെയിം ആവണം. ഈ ഡെൽറ്റ ലെക്സും കാൽക്കുലേറ്റഡ് ഇലിമിനൻസും ഉണ്ടാവും. അതിൻ്റെ കാൽക്കുലേഷൻ യൂല് ടൈബ്യൂസ്
ലൈറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് എഡിറ്റ് ടൈപ്പിൽ, എഡിറ്റ് പ്രോപ്പർട്ടീസിൽ എഡിറ്റ് ടൈപ്പിൽ ട്യൂബ്ലൈറ്റ് സെലക്ട് ചെയ്ത് പ്രോപ്പർട്ടീസിൽ എഡിറ്റ് ടൈപ്പിൽ എഡിറ്റ് ടൈപ്പ് പ്രോപ്പർട്ടീസിൽ എഡിറ്റ് ടൈപ്പ് ഇത് ലോഡ് 64 തന്നെ വേണം. അതിൽ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി അടിയിൽ വരണം കേട്ടോ, അടിയിൽ ഇത് കറണ്ട് ലോഡ് മാറാൻ പാടില്ല. ലോഡ് 64 അടിയിലേക്ക് കേട്ടോ. അടിയിൽ ഇവിടെ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി ഇവിടെ കണ്ടോ 64 വാട്ട്. ആ വോൾട്ടേജ് മാറാൻ പാടില്ല. ഇവിടെ പിക്ക് ചെയ്യുമ്പോൾ എന്താ ഇവിടെ വോൾട്ടേജ് ഉണ്ട്, ഇലുമിനൻസ് ഉണ്ട്. വോൾട്ടേജ് ഇലുമിനൻസ്. അപ്പോൾ ഇലുമിനൻസ് ഇപ്പോൾ വോൾട്ടേജ് കണ്ട് 64. ഇപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ കുറയ്ക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇലുമിനൻസ് കുറയും. അപ്പോൾ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ എഴുതാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. ഇത് ചേഞ്ച് ചെയ്താൽ അപ്പോൾ ഇലുമിനൻസ്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് ഇലുമിനൻസ് ആൻഡ് വോൾട്ടേജ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ എന്ന് എഴുതിക്കോ. വോൾട്ടേജ് ആൻഡ് ഇലുമിനൻസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾട്ടേജ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇലുമിനൻസും അതിനനുസരിച്ച് മാറും വരും. പക്ഷെ അത് മാറാൻ പാടില്ല. അപ്പോൾ ഇത് ഈ ഒരു ഇതിൽ തന്നെ നിൽക്കണം കേട്ടോ. ഇലുമിനൻസ് ആയാലും മാറാൻ പാടില്ല, വോൾട്ടേജ് ആയാലും മാറാൻ പാടില്ല. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ് കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം, ഇതിലൊരു മാറ്റം വരുത്താൻ പാടില്ല. അപ്പോൾ ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി എന്നുള്ളത് ഈ ഒരു തന്നെ വേണം കേട്ടോ. നമുക്ക് മാറ്റേണ്ടത് ലൈറ്റ് ലോസ് ഫാക്ടർ ഉണ്ടോ, അവിടെ മാറ്റം വരുത്തേണ്ടത്. ഇനീഷ്യൽ ഇൻറ്റൻസിറ്റി അത് തന്നെ കേട്ടോ. അപ്പോൾ ലൈറ്റ് ലോസ് ഫാക്ടർ പാറ്റേണിൻ്റെ നേരെ ഇത് കേട്ടോ, ഇത് പിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ അഡ്വാൻസ്ഡിൻ്റെ സിമ്പിൾ ഉണ്ട്. അതിൽ സിമ്പിൾ സിമ്പിളിൽ പിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ ടോട്ടൽ ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇതിൽ നിന്ന് കുറയ്ക്കണം കേട്ടോ. അപ്പോൾ ഏറ്റവും എന്ന് വെച്ചാൽ മിനിമം വരുന്നത് ഈ ഒരു ഇതെന്ന് പറയുമ്പോൾ 0.6 ഒക്കെയാണ് കേട്ടോ. 0.6 ഇതിങ്ങനെ ഡ്രാഗ് ചെയ്താൽ മതി കേട്ടോ. 0.6ന്ന് 0.6ലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ അതിൽ നിന്ന് കുറയണം കേട്ടോ. അപ്പോൾ 0.6ന്ന് കുറയുവാനുള്ള ഒരു ഇത് നമ്മൾ സെലക്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഒരു 0.4 ഒക്കെ കൊടുക്കാം. 0.4 എന്നിട്ട് ഓക്കെ കൊടുക്കാം. കേട്ടോ. എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോൾ കണ്ടോ ഇതിൽ മാറ്റം വന്നിട്ടുണ്ട് കണ്ടോ. ഈ ആവറേജ് എസ്റ്റിമേഷനിൽ മാറ്റം വരുന്നുണ്ട് കണ്ടോ. അപ്പോൾ അതങ്ങനെ കുറച്ച് നമ്മൾ ഈ ഒരു കാൽക്കുലേറ്റഡ് ഇലുമിനൻസും ഡെൽറ്റ എക്സും സെയിം ആക്കണം കേട്ടോ. അപ്പോൾ അതിൽ ലൈറ്റ് ലോസ് ഫാക്ടർ കുറയ്ക്കണം എന്ന് എഴുതിയാൽ മതി കേട്ടോ. കുറച്ച് കൊണ്ടുവരണം. പിന്നെ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇൻസ്റ്റൻസിന്റെ കാര്യം. നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റൻസ് ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഇൻസ്റ്റൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിമിറ്റിലേക്ക് കൊണ്ടുവരണം. റിസെപ്റ്റാക്കിൾ അത് സിസ്റ്റത്തിൽ ഡിവൈസ് ഇലക്ട്രിക്കൽ ഫിക്സ്ചർ സിസ്റ്റത്തിൽ ഡിവൈസിൽ ഇലക്ട്രിക്കൽ ഫിക്സ്ചർ കേട്ടോ. റിസെപ്റ്റാക്കിൾ ഡിവൈസിൽ ഇലക്ട്രിക്കൽ ഫിക്സ്ചർ
ഇലക്ട്രിക്കൽ ഫിക്സ്ചർ. അതിലിതാ കണ്ടോ, ഡ്യൂപ്ലെക്സ് റിസെപ്റ്റാക്കിൾ, എം ഡ്യൂപ്ലെക്സ് റിസെപ്റ്റാക്കിൾ. എന്താ ഡ്യൂപ്ലെക്സ് റിസെപ്റ്റാക്കിൾ. ഇവിടെ പ്ലേസ് ചെയ്യാം. പ്ലേസ് ഓൺ വെർട്ടിക്കൽ ഫേസ് പറയാം. പ്ലേസ് ഓൺ വെർട്ടിക്കൽ ഫേസ്. പ്ലേസ് ഓൺ വെർട്ടിക്കൽ ഫേസ്. പ്ലേസ് ഓൺ വെർട്ടിക്കൽ ഫേസ്. ഇപ്പോൾ രണ്ട് റൂമല്ല, 2 സ്പേസ് അല്ലേ നമ്മൾ എടുത്തേക്കണം. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ തന്നെ ഡിവൈസിൽ ഓക്കെ സ്വിച്ച് ഇതാണ് കേട്ടോ. ഡിവൈസിൽ ലൈറ്റിംഗ് സിസ്റ്റത്തിൽ ഡിവൈസിൽ ലൈറ്റിംഗ് ഉണ്ട് കേട്ടോ. ഇലക്ട്രിക്കൽ ഫിക്സ്ചർ അല്ല, ലൈറ്റിംഗ് ക്ലിക്ക് ചെയ്യാം. അതിൽ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ നമ്മൾ കുറേ ടൈപ്പ് ഉണ്ട് ലൈറ്റിംഗ് സ്വിച്ചസ് ഉണ്ട്. അതിൽ നമ്മൾ എടുക്കുന്നത് ഡോർ എം ലൈറ്റിംഗ് സ്വിച്ചസിൽ ഡോറ്. നമ്മൾ അടിയിൽ ഇപ്പോൾ ഈ ഒരു ഇതായിട്ട് സ്വിച്ച് ഈ റൂമിൽ നമ്മൾ 4 എണ്ണം സ്വിച്ച്, ഈ റൂമിൽ നമ്മൾ 2 എണ്ണം കൊടുത്തു. സ്വിച്ച് അപ്പോൾ ഇത്രയും ഇതുള്ള നമ്മൾ സെലക്ട് ചെയ്തു. അപ്പോൾ ഇനി നമ്മളിതിന് പവർ കൊടുക്കണം. അപ്പം അതിനായിട്ട് ഇനി ഇതിന് സ്വിച്ച് സൈൻ ചെയ്യണം. ഓരോ ബൾബിനും സ്വിച്ച് സൈൻ ചെയ്യണം. അതിനായിട്ട് ട്യൂബ് ലൈറ്റ് സെലക്ട് ചെയ്യാം. എന്നിട്ട് സ്വിച്ച് ട്യൂബ് ലൈറ്റ് സെലക്ട് ചെയ്തിട്ട് സ്വിച്ച് സെലക്ട് ചെയ്യാം. അങ്ങനെ